ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിന്ന് പോകുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എത്തി. ഇതിന് 5 കിലോമീറ്ററേ ഉള്ളൂ ഇലവീഴ പൂഞ്ചിറയ്ക്ക്. പക്ഷേ റോഡ് ഓഫ് റോഡാണ്. നമ്മുടെ കയ്യിലുള്ള വണ്ടിയാണെങ്കിൽ ഓൾട്ടോ ആണ്. പക്ഷേ ഇതുവരെ കുഴപ്പമില്ലാതെ കയറി വന്നു. ഇനി മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ. കാലാവസ്ഥ ശകലം പ്രതികൂലമാണ്, മഴയൊക്കെ തുടങ്ങി. അതെ, മഴയുണ്ട്. എന്നാലും ഞങ്ങൾ ഇറങ്ങി. ഇത് ശരിക്കും ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. പക്ഷേ എവിടം വരെ കയറി പോകുന്ന അറിയില്ല. ഇലവീഴ പൂഞ്ചിറ പോകുന്നത് നേരെയാണോ? വണ്ടി പോവോ? പോകത്തില്ലല്ലേ? ഇലവീഴ പൂഞ്ചിറ എന്താ അവിടെ കാണാനുള്ളത് ശരിക്കും? ഇലവീഴ പൂഞ്ചിറ എന്താ പറയുക, ഒരു വലിയൊരു കുളം പോലത്തെ ഒരു സംഭവമാണ്. അത് കരയാണോ വലിയ താഴെയായിട്ട്. അപ്പോൾ അവിടെ അതിനകത്ത് ഇലയൊന്നും വീഴത്തില്ല എന്ന് പറയുന്നുണ്ട്. കാരണം അടുത്ത് വലിയ മരങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ശരിക്കുള്ള വ്യൂ ഏറ്റവും മേളിൽ നിന്നാണ്. മേളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ താഴെയായിട്ട് ഈ ചിറ കാണാൻ പറ്റും. അത് നല്ലതാണ്. 2 മലയുടെ ഈ ഇടയ്ക്കായിട്ട് അങ്ങനെയാണ് ഇത് വരുന്നത്. ശരിക്കും ഓഫ് റോഡാണ്. ഓട്ടോ ആയതുകൊണ്ടാണ് കയറി പോകുന്നത്. വേറെ വണ്ടിയാണെങ്കിൽ കയറത്തില്ല. ടൂ വീലറുണ്ടെന്ന് ഒരു വർഷം ഇല്ലേ? ടൂ വീലർ ഭയങ്കര ചടങ്ങാണ്. ഒന്നിക്കൊണ്ട് പോകേണ്ടി വന്നെ. അത് അവിടെ കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഇട്ട വിട്ടാലോ? വിട്ട് തിരിക്കാൻ പറ്റുമോ? ഇവിടെ തിരിക്കാൻ പറ്റുമോ? ഇവിടെ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഓഫ് റോഡാണ്. ഓഫ് റോഡിൽ ഈ വണ്ടി ഇവിടം വരെ വന്നെന്ന് പറഞ്ഞാൽ തന്നെ വലിയ സംഭവം. ജെന്നിയെ കാണിക്കണ്ട കേട്ടോ, ഈ ഓഫ് റോഡ് കാണിക്കണ്ട കേട്ടോ. ചേട്ടായി പറയുന്നത് നിനക്ക് നോക്കാനായിരുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഇലവീഴ പൂഞ്ചിറയുടെ ഒരു 4 കിലോമീറ്റർ അകലെ വന്നിരിക്കുകയാണ്. ഇവിടം വരെ വണ്ടി പോകത്തുള്ളൂ. അത് കാരണം ഞങ്ങളിവിടെ ഇതിൻ്റെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട്, ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത സ്പേസാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇനി മേലോട്ട് കയറി പോകണം. ഇത് ശരിക്കും ഓഫ് റോഡാണ്. 4 വീൽ ഡ്രൈവ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇതുവരെ കയറി വന്നത് തന്നെ വലിയ കാര്യമാണ്. കൊള്ളാമല്ലേ? ഇതിപ്പോൾ നല്ല മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമായിരിക്കും ഇതൊക്കെ. എന്താ മോനെ പേര്? അജയ്. എവിടെ വീട്? അടുത്ത് തന്നെ. ഓക്കെ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4. ഓക്കെ. ഇവിടുന്ന് ഒത്തിരി ദൂരം ഉണ്ടോ മേലോട്ട് പോകാനായിട്ട്? എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്ററാണ്. റോഡ് ഇങ്ങനെ തന്നെയാ? വണ്ടിയൊന്നും പോകത്തില്ല? വണ്ടി പോവും. മറ്റേ ജീപ്പ് മാത്രം? ബൈക്കും പോവും അല്ലേ? ഓക്കെ. മോൻ്റെ പേരെന്താ? അജിത്ത്. ഓക്കെ. മോൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6. ഓക്കെ. മോൻ്റെ വീട് എവിടെയാ? ഓക്കെ. വരുന്നോ ഞങ്ങളോടെ? അതെ, നിങ്ങൾ നാട്ടുകാരല്ലേ? ട്യൂഷൻ ഉണ്ടോ? എന്നാൽ ശരി, ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് റോഡ്. നോക്കി, വലിയ പാറയാണ്. റോഡിൻ്റെ നടുക്ക് പാറയാണുള്ളത്. ഇവിടെ 4 വീൽ ഡ്രൈവ് മാത്രമേ പറ്റത്തുള്ളൂ. നമുക്ക് താഴോട്ടിറങ്ങി നോക്കാം. അവിടെ നല്ലൊരു അരുവിയുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഒരു നല്ല അടിപൊളി ഒരു വ്യൂ കാണിക്കാം. അതെ, നല്ല സൂപ്പർ പാറയല്ലേ? അടിപൊളി. പറ്റിയ കൂട്ടുകാരോട് അല്ല, ഇവിടെ ആൾക്കാരൊക്കെ വന്ന് ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത്ര നല്ലൊരു
സ്ഥലമാണ് അല്ലേ? അതെ, മലയുടെ മണ്ടയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പുണ്ട്, നല്ല ഐസ് പോലത്തെ തണുപ്പാണ്. നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ ഇപ്പം ട്രക്കിങ്ങിനൊക്കെ പറ്റിയ, ശരിക്കും ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലമാണ്. അവിടെ ഒരു ഹോം സ്റ്റേയോ എന്തെങ്കിലുമൊക്കെ പണിയുവാണെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്ന് കാണിക്കാനായിട്ട് പറ്റിയൊരു നല്ലൊരു സ്ഥലമാണിത്. ഇവിടുന്ന് നല്ലൊരു വ്യൂ ആണ് നമുക്ക്. ആ മല ഉണ്ടോ? പക്ഷെ പകുതി മഞ്ഞ് മൂടി കിടക്കുവാണ്. അത്യാവശ്യം തണുപ്പൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ക്ഷീണിതനായിട്ട് മുഖമൊക്കെ കഴുകാണ്. ഐസ് വാട്ടർ അല്ലേ? അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ മേൽഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു കമാൻഡർ കിടപ്പുണ്ട്. ആൾക്കാരെ കൊണ്ട് വന്നിരിക്കുന്നതാണ്. ഇത് രസമുണ്ടല്ലേ കാണാൻ? നല്ല മഞ്ഞൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു കാഴ്ചയാണിത്. നമ്മളിപ്പം ഇലവീഴ പൂഞ്ചിറ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. ചെറുതായിട്ട് മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പുണ്ട്. 10 മണിയായി, രാവിലെ 10 മണിയായി സമയം. ഇതിവിടുത്തെ ക്ഷേത്രമാണ്, ഭദ്രകാളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ ഇതാണ് ഇവിടുത്തെ കാവ്. ഇവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് കവുങ്ങിൻ്റെ പലക വെച്ചിട്ട് പണിതിട്ടുണ്ട്. ആഹാ, നമ്മൾ താഴെ നിന്ന് കണ്ട തടാകമാണ് ഇപ്പം ഇവിടുന്ന് കാണുന്നത്. അതെ, ഞങ്ങളിപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. ഇതിൻ്റെ ഏറ്റവും മേളിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കടയുണ്ട്. ചേട്ടൻ നമുക്ക് നാരങ്ങ വെള്ളം എടുത്തുകൊണ്ടിരിക്കുക. ഞാനിവിടെ 1 കിലോമീറ്റർ നടക്കണം. അത് താഴോട്ട് വന്ന വഴി തന്നെ ആയിരിക്കും. നിങ്ങൾ ചിക്കടാവിൻ്റെ എല്ലാം ഒന്ന് താഴെ ടാറിങ്ങുണ്ട്. അതിൽ തന്നെയാ കച്ചവടം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മളിപ്പം ഓൾമോസ്റ്റ് ഇതിൻ്റെ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇപ്പം നല്ല കാറ്റുണ്ട്. 11 മണി ആകാറായിട്ടുണ്ട്. ഇതാണ് ഇലവീഴ പൂഞ്ചിറയിലെ ചിറ. മുമ്പേ താഴെ നിന്ന് വന്നപ്പം കാണാൻ പറ്റിയില്ല. ഇനി മേലോട്ട് പോകാൻ അവിടെ നിന്ന് നല്ലതായിട്ടൊരു വ്യൂ ഉണ്ട്. നമ്മൾ പകുതി വഴിക്കുന്നാണ് ഇപ്പം വീഡിയോ എടുത്തിരിക്കുന്നത്. പിന്നിട്ട വഴിത്താരകളാണ് ആ കാണുന്നത്. കണ്ടോ? കണ്ടോ? എത്രമാത്രം വളഞ്ഞു ചുറ്റി ഇവിടെ വന്നത് കണ്ടോ? അവിടുന്ന് താഴെ എന്തോ നടന്നു. അവിടുന്ന് ഈ വഴിക്കൂടെ എല്ലാം നമ്മൾ താഴെ നടന്നു വന്നിരിക്കുന്നതാണ്. മേളി വന്നപ്പോൾ വളരെ സന്തോഷം. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുള്ള പൂഞ്ചിറയുടെ ചിറയുടെ കാഴ്ചയാണ്. കോട്ടയം ജില്ലയിലെ ട്രെക്കിങ്ങിന് പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണിത്. നമുക്ക് അധികം ആർക്കും അറിയത്തില്ല, ആൾക്കാരൊന്നും വന്നിട്ടുണ്ട്. പക്ഷേ റോഡൊക്കെ മോശമായതുകൊണ്ട് ഫാമിലിയായിട്ടൊന്നും അധികം ആൾക്കാർ വന്നിട്ടില്ല. നമുക്ക് ട്രെക്കിങ്ങിന് വേണ്ടി പറ്റിയ സ്ഥലമാണ്. നല്ല കുന്നും മലകളുമാണ്. ഞങ്ങൾ തന്നെ ഒരു 4-5 കിലോമീറ്റർ നടന്നിട്ടാണ് കയറി വന്നിരിക്കുന്നത്. വണ്ടി വരത്തില്ല. വണ്ടി വരുന്നുണ്ട്, 4 വീലും മാത്രമാണ്. കമാൻഡർ, താർ അങ്ങനത്തെ വണ്ടികളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ ട്രിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഇടിമിന്നലിനെ പ്രതിരോധിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഇതാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം കുറേ നീളത്തിൽ ഇവിടെയായിട്ട് എല്ലായിടത്തും ഈ സംഭവമുണ്ട്. ഇതുകൊണ്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരെ കയറി വരുമ്പോഴത്തേനും ഇവിടെ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനുണ്ട്. ഇത് ഏറ്റവും ടോപ്പാണ്. പിന്നെ അത് കാണുന്നതിന് തടാകമുണ്ട്.
ആ അതെ ഒരു ആണോ? അതിന് കുറേ ഒരു പാലമൊക്കെ ഉണ്ട് നോക്കി. ഏത് തടവന്? ഏതാണെന്നറിയില്ല. നല്ല രസമുണ്ടല്ലേ കാഴ്ച. പിന്നെ ഇപ്പോൾ കോടമഞ്ഞ് കയറി വരുവാണ്. മുമ്പ് ഇവിടെ ഒന്നും മൂടിപ്പോയതേ ഉള്ളായിരുന്നു. അതാവട്ടെ ഇറങ്ങിപ്പോയവർ പറഞ്ഞു അപ്പം കോടമഞ്ഞുണ്ടായിരുന്നു. അവർ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒന്ന് കാണാൻ പറ്റിയത്. നമുക്കെന്തോ ലക്കിലി ഇപ്പം കാണാൻ പറ്റിയിട്ടുണ്ട്. നല്ല സൂപ്പർ വ്യൂ അല്ലേ. ഈ മേടിക്കട്ട തന്നെയാണ്. ഇവിടെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുക. അതെനിക്കൊന്ന് ഇങ്ങോട്ട് വന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. നമ്മുടെ തങ്കച്ചേട്ടന് ഒന്ന് ക്ഷീണിച്ച് ഒരു പാറപ്പുറത്തിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ചേട്ടാ, മടുത്തോ? കൊള്ളാം, കുഴപ്പമില്ല. എന്നാൽ ഇവിടെ നമുക്ക് ഒരു സുഖം തോന്നും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് നമ്മുടെ ട്രക്കിംഗ് എക്സ്പീരിയൻസ്? ഇതൊക്കെ എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ കൂടെ വന്ന സഹോദരൻ ഭയങ്കര വിഷമമായി. ഇപ്പം ഞങ്ങൾ ഇലവീഴ പുഞ്ചിറയുടെ ഏറ്റവും മേളിൽ നിന്നുള്ള ടോപ്പിലുള്ള വ്യൂ കണ്ടിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ച് താഴേക്ക് പോവുകയാണ്. ഇനിയിപ്പം ചിറയിലോട്ട് പോകണം. അവിടെ നിന്ന് ഇപ്പം കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഞങ്ങൾ വണ്ടി കിടക്കുന്നത് ഇവിടെ നിന്ന് ഒരു 4-5 കിലോമീറ്റർ ദൂരെയാണ്. അവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ചായക്കട, ചെറിയൊരു ചായക്കട ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ചേട്ടൻ നമുക്ക് വേണ്ടി ചായ എടുക്കുകയാണ്. ചേട്ടൻ ഇവിടെ വെട്ടുചാക്കൊക്കെ കഴിച്ച് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശന്ന് കഴിയുമ്പോൾ എല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊറോണ കഴിച്ചാണേ. ഞാനിവിടെ വരുന്ന കാലത്ത് 50 വർഷം മുമ്പ് ജനങ്ങൾ പറഞ്ഞുള്ള അറിവാണ്. അത് ഇവിടെ പണ്ട് പാഞ്ചാലി കുളിച്ചിരുന്ന കുളമാണ്. അതുകൊണ്ട് ഇവിടെ ഇല വീഴുകയില്ല, അശുദ്ധമാകുകയില്ല, അങ്ങനെയൊക്കെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. ഇവിടെ ഗുഹയുണ്ട്, മുനിമാർ താമസിച്ചിട്ടുണ്ട്. ഗുഹയുണ്ടല്ലേ? ആ, അവിടെ ഇവിടെയെല്ലാം ആളുകൾ ഒരു പുരാതന ഒരു കേരളത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകം നിലനിന്നിരുന്ന ഒരു സ്ഥലമായിട്ടാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. പിന്നെ ആളുകൾ കയറി താമസിച്ച് ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് മരങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സർക്കാർ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുക. നിലവിൽ ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. റോഡ് വന്നാൽ മാത്രമേ ഇനി എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവുള്ളൂ. ഇവിടെ 2 കിലോമീറ്റർ അങ്ങോട്ട് പോയ ഗുഹയുണ്ട്. അവിടെ ഒരു വെള്ളം ഒഴുകുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. വെള്ളം ഒഴുകുന്ന അത് കഴിഞ്ഞിട്ടല്ലേ കയറി പോകുന്നത്? കഴിഞ്ഞിട്ട് ഒരു 3/4 കിലോമീറ്റർ പോയാൽ മതി അല്ലേ? അവിടെ നല്ലതാണ് കാണാനൊക്കെ. നാച്ചുറലായിട്ട് ഭൂമിക്കടിയിലോട്ട് ഒരു തുരങ്കം ആണല്ലേ? ഇറങ്ങി ഒരു 20 മീറ്റർ അങ്ങോട്ട് നടക്കാം. അവിടെ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു കുഴപ്പമില്ല, അവിടെ തടസ്സമൊന്നുമില്ല. ഇല്ലല്ലോ. അവിടെ പോലീസുകാരെ സെക്യൂരിറ്റി അങ്ങനെയൊന്നും ഏർപ്പെട്ടിട്ടില്ല. വഴി വന്നാൽ മാത്രമേ ഇതിനെല്ലാം ഒരു ഡെവലപ്മെന്റ് ആവുള്ളൂ. ഓക്കെ. നല്ല മേലെയാണ്. ഇഷ്ടംപോലെ ആളുകൾ വരുന്നുമുണ്ട്. ഇവിടെ പണ്ടൊക്കെ ഞാൻ വന്ന കാലത്ത് പോലും ഈ മുകളിൽ ആളുകൾ ഒറ്റയ്ക്ക് വന്ന ഒരു സ്വാമി താമസിക്കുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ പുള്ളി മരിച്ചുപോയ അങ്ങനെയാണ് കാണുന്നില്ല. അങ്ങനെ താമസിച്ചിട്ടിരുന്നു. നല്ല ഐതിഹ്യമുള്ള സ്ഥലമല്ലേ? ചേട്ടൻ പേരെന്താ? എൻ്റെ പേര് മാത്രം. ഇപ്പം നമ്മൾ ആ മേളിൽ നിന്നാണ് കണ്ടോ, അവിടെ കാണുന്നുണ്ടോ? അതാണ് പോലീസ് വയർലെസ് സ്റ്റേഷനാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പം ഇറങ്ങി വന്നിരിക്കുന്നത്. കറങ്ങിത്തിരിഞ്ഞ് ഇപ്പോൾ 1.5 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ താഴെ എത്തിയിരിക്കുന്നത്. ഇതാണിപ്പോൾ നമ്മൾ ചിറയുടെ അങ്ങോട്ട് പോവാണ്. ഇതിലൂടെ ഈ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പാറയുടെ സൈഡിൽ കൂടെ ഒരു റോഡുണ്ട്. ഈ റോഡിൽ കൂടെ കുറച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ നമ്മൾ അവസാനം ചിറ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ എത്ര നേരം നമ്മൾ മേളിൽ നിന്നുള്ള വ്യൂ അല്ലേ കണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ചിറയുടെ സൈഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ശരിക്കും നേരെ കേട്ടോ, ഒരു ഇല പോലും ഇല്ല.
ഒരു ഇല പോലും കാണാനില്ല. അതാണ് അതിൻ്റെ ഐതിഹ്യവും. എലിവീഴ പൂഞ്ചിറ. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ നല്ല നീറ്റായിട്ട് കിടക്കുവാണ്. ഇവിടെ ഒരു ഇല പോലും കാണാനില്ല. അതുകൊണ്ട് ഇത് ശരിക്കും ടൈൽസ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നല്ല ചിറയൊക്കെ നല്ലതായിട്ട് കെട്ടി ടൈൽസ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇപ്പം നോക്കിയേ, എല്ലാം കാട് പിടിച്ച് കിടക്കുവാണ്. മുഴുവൻ കാട് പിടിച്ച് നോക്കിയേ. ആൾക്കാരൊന്നും ഇപ്പം വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ സംരക്ഷിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇപ്പം ഏതായാലും നല്ലതായിട്ട് കാട് പിടിച്ച് കിടക്കുവാണ്. ശരിക്കും നോക്കിയേ, ഇതുപോലെ കിടക്കുന്ന സ്ഥലമാണ്. ഇതുപോലെയാണ് മൊത്തം കിടന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങേ സൈഡ് ശരിക്കും കാട് പിടിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ ആൾക്കാർ അങ്ങോട്ടൊന്നും പോകാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ എല്ലാം നശിച്ചു പോകുന്നതായിരിക്കും. ഇതാണ് ചിറയിലെ വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്ന സ്ഥലമാണ്. ഇതിലെ കൂടെയാണ് പോകുന്നത്. എപ്പോഴും ഈ ഒരു ലെവലിൽ മാത്രമേ വെള്ളം ഇവിടെ ഉണ്ടാകത്തുള്ളൂ. അത് കൂടുതൽ വരുന്നത് ഇതിലെ കൂടെ ഓവർഫ്ലോ ആയിട്ട് ഇങ്ങനെ പോകണം. ഞങ്ങൾ ഇലവീഴ പൂഞ്ചിറയിലെ കാഴ്ചകൾ കണ്ടു. സന്തോഷത്തോടെ ഇവിടെ മടങ്ങുകയാണ്. ഓക്കെ, ഇനിയും ഞങ്ങൾ നേരെ ഇല്ലിക്കൽ കല്ലാണ്. ഇവിടുന്ന് 5 കിലോമീറ്റർ ഇപ്പം നടന്നു പോകണം വണ്ടിയിലേക്ക്. പിന്നെ അവിടുന്ന് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതായാലും നോക്കാം. ഓക്കെ, ഇവിടെ വരുന്ന വഴിക്ക് റോഡിൽ നിന്ന് കിട്ടിയ ഒരു ഞണ്ടാണിത്. അതിപ്പം നമ്മൾ അടുത്തോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്കിട്ട് ഇറക്കും. ഓക്കെ, ബൈ ബൈ. പാട്ടിനോട്ട്